കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണിയാണ്. കഥാസാഗരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടി കഥകളും മുത്തശ്ശി കഥകളും പുരാണങ്ങളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു വരുന്നു. വൈവിധ്യമാർന്ന കഥകൾ ഇതിനകം പറഞ്ഞു കഴിഞ്ഞു. ഇന്നും ശ്രോതാക്കൾ പുതിയൊരു കഥ കേൾക്കാൻ പോവുകയാണ്. അപ്പോൾ കഥ കേൾക്കാൻ തയ്യാറായിക്കൊള്ളൂ. ഇതാ ഞാൻ കഥ പറയാൻ പോകുന്നു, കേട്ടുകൊടുക്കാം. ഇന്ന് പറയാൻ പോകുന്നത് ഒരു ചൈനീസ് നാടോടി കഥയാണ്. പണ്ട് ചൈനയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു നാടോടി കഥ. അപ്പോൾ കഥ ഇങ്ങനെയാണ്. വളരെ നന്നായി ചിത്രം വരയ്ക്കുവാൻ കഴിവുള്ള ഒരു ചിത്രകാരനുണ്ടായിരുന്നു പണ്ട് ചൈനയിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരറിയണ്ടേ? പേര് ചിമാങ്. അപ്പോൾ ചിമാങ് ചിത്രങ്ങൾ വരച്ച് കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ട് അവൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. അതുമാത്രമല്ല, അവൻ പാവങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചിമാങ്ങിനെക്കുറിച്ച് നല്ലത് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ചിത്രങ്ങൾ വരച്ചും മറ്റുള്ളവരെ സഹായിച്ചും ചിമാങ് ഇങ്ങനെ ജീവിച്ച് പോരുകയായിരുന്നു. ആ സന്യാസി വിശന്നിരിക്കുന്നത് കണ്ട് ചിമാങ് സങ്കടം തോന്നുകയും ആ സന്യാസിക്ക് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആഹാരം സമർപ്പിച്ചു. അദ്ദേഹത്തിന് ആഹാരം കാഴ്ചവെച്ചു. അപ്പോൾ സന്യാസി ആഹാരം വളരെ സന്തോഷത്തോടെ വാങ്ങിക്കഴിക്കുകയും അതിൻ്റെ ഫലമായി അദ്ദേഹം വളരെ സന്തോഷവാനായി. അപ്പോൾ അവന് എന്തെങ്കിലും സമ്മാനം കൊടുക്കണമല്ലോ. അപ്പോൾ സന്യാസി മനസ്സിലാക്കി ചിയാങ് ഒരു ചിത്രകാരനാണ്, അതാണ് അവൻ്റെ വരുമാന മാർഗമെന്നും അദ്ദേഹം ചോദിച്ചു മനസ്സിലാക്കി. അദ്ദേഹം അപ്പോൾ ചിമാങ്ങിന് ഒരു സമ്മാനം നൽകി. ആ സമ്മാനം എന്താണെന്ന് എല്ലാവർക്കും അറിയണ്ടേ? അവന് ചിത്രം വരയ്ക്കുന്നതിനുള്ള ഒരു ബ്രഷാണ് അദ്ദേഹം സമ്മാനമായിട്ട് നൽകിയത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ ബ്രഷ് ഉപയോഗിച്ച് നീ വരയ്ക്കുന്ന ചിത്രങ്ങൾ ജീവൻ വയ്ക്കും. നന്മ നിറയുന്ന ഒത്തിരി ചിത്രങ്ങൾ വരച്ച് നാടിനെയും നാട്ടുകാരെയും നീ സഹായിക്കണം. ചിമാങ്ങിന് സന്തോഷമായി, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. സന്യാസി നൽകിയ മാജിക് ബ്രഷുമായി ചിമാങ് വീട്ടിലോട്ട് പുറപ്പെട്ടു. വീട്ടിലെത്തിയപ്പോൾ അവനെ പ്രതീക്ഷിച്ച് ഒത്തിരി പേർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവർക്കെല്ലാവർക്കും ചിമാങ്ങിനെ ഉണർത്തിക്കാനൊരു പ്രശ്നമുണ്ടായിരുന്നു. എന്താണെന്ന് നമുക്കറിയണ്ടേ? അവരിൽ ഒരാൾ പറഞ്ഞു, ചിമാങ്, നാട്ടിലെ നദികളെല്ലാം വറ്റി വരണ്ടു തുടങ്ങി. കുളങ്ങളിലും കിണറുകളിലും വെള്ളമില്ല. ജലക്ഷാമം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും പരിഹാരം ഉടനടി ചെയ്തില്ലെങ്കിൽ അവസ്ഥ വളരെ കഷ്ടമാകും. ആളുകൾ പറഞ്ഞു. ജനങ്ങളുടെ ഈ അവസ്ഥയിൽ വിഷമം തോന്നിയ ചിമാങ് സന്യാസി കൊടുത്ത മാജിക് ബ്രഷ് ഉപയോഗിച്ച് ജലം നിറഞ്ഞ നദിയുടെ ചിത്രം വരച്ചു. ചിമാങ് വരച്ച ചിത്രത്തിന് ജീവൻ വെച്ചു. താഴ്ന്ന പ്രദേശത്തേക്ക് അവ ഒഴുകിയിറങ്ങാൻ തുടങ്ങി. അങ്ങനെ ആ പ്രദേശത്തെ ജലക്ഷാമത്തിന് പരിഹാരമായി. കൃഷിക്ക് ആവശ്യമായിട്ടുള്ള കലപ്പ, കാള, വിത്തുകൾ എന്നിവയുടെ ചിത്രങ്ങളും ചിമാങ് വരച്ച് നാട്ടുകാരെ സഹായിച്ചു. ചിമാങ്ങിൻ്റെ ഈ നന്മ നിറഞ്ഞ പ്രവൃത്തികൾ അറിഞ്ഞ് തൊട്ടടുത്ത പട്ടണത്തിലെ ലുമാങ് എന്ന ദുഷ്ടനായ ധനികൻ മാജിക് ബ്രഷ് കൈക്കലാക്കി. ചിമാങ്ങിനെ അയാളുടെ വീട്ടിലെ ഒരു മുറിയിൽ അടച്ചിട്ട് ദുഷ്ടനായ ലുമാങ് മാജിക് ബ്രഷ് കൊണ്ട് സ്വർണ്ണ നിറമുള്ള ഒരു മലയുടെ ചിത്രം വരച്ചു. എന്നാൽ ആ ചിത്രത്തിന് ജീവൻ വെച്ചുമില്ല. അത് സ്വർണ്ണമലയായി മാറിയുമില്ല. ചിമാങ് വരച്ചാൽ മാത്രമേ ചിത്രങ്ങൾക്ക് ജീവൻ വയ്ക്കൂ എന്ന് മനസ്സിലാക്കിയ ലുമാങ് അടച്ചിട്ട മുറിയിൽ ചെന്ന് ചിമാങ്ങിനോട് പറഞ്ഞു, ഞാൻ ആവശ്യപ്പെടുന്ന ചിത്രങ്ങൾ വരച്ചു തന്നാൽ നിന്നെ ഞാൻ മോചിപ്പിക്കാം. ലുമാങ്ങിൻ്റെ അത്യാഗ്രഹത്തിന് തക്ക ശിക്ഷ കൊടുക്കണമെന്ന് ചിമാങ് മനസ്സിലുറപ്പിച്ചു. ലുമാങ് മാജിക് ബ്രഷ് ചിമാങ്ങിന് കൊടുത്തിട്ട് പറഞ്ഞു, എനിക്ക് നീ ഒരു സ്വർണ്ണമലയുടെ ചിത്രം വരച്ചു തരണം. ചിമാങ് ബ്രഷ് വാങ്ങിയിട്ട് ഒരു സ്വർണ്ണമലയും ഒപ്പം കടലിൻ്റെയും ഒരു കപ്പലിൻ്റെയും ചിത്രം വരച്ചു ചേർത്തു. എന്നിട്ട് ലുമാങ്ങിനോട് പറഞ്ഞു, ഈ കപ്പലിൽ കയറിയാൽ സ്വർണ്ണമലയുടെ അടുത്തെത്തും. എത്രയും പെട്ടെന്ന് യാത്രയാവുക.
അത്യാഗ്രഹിയും ദുഷ്ടനുമായ ലുമാങ് കപ്പലിൽ കയറി യാത്ര തുടങ്ങിയ ഉടനെ ചിമാങ് ആ ചിത്രത്തിൽ കൊടുങ്കാറ്റിൻ്റെയും കൂറ്റൻ തിരമാലകളുടെയും ചിത്രങ്ങൾ കൂടി വരച്ചു ചേർത്തു. കൊടുങ്കാറ്റും കൂറ്റൻ തിരമാലകളും ജീവൻ വെച്ചപ്പോൾ കടലാകെ പ്രക്ഷുബ്ധമായി. കൊടുങ്കാറ്റിലകപ്പെട്ട കപ്പൽ മുങ്ങിപ്പോയി. ഒപ്പം ദുഷ്ടനായ ലുമാങ്ങും. സ്വതന്ത്രനായ ചിമാങ് നന്മ നിറഞ്ഞ ചിത്രങ്ങൾ മാത്രം വരച്ച് ആ നാടിന് കാവലായി വളരെ കാലം ജീവിച്ചു. നന്മ നിറഞ്ഞ പ്രവൃത്തിക്ക് എപ്പോഴും ആയുസ് കൂടുതലായിരിക്കും. ഇത്രയുമാണ് ഇന്നത്തെ കഥ. വളരെ രസകരമായ കഥയാണിത്. ചിമാങ്ങിൻ്റെ മാജിക് ബ്രഷ് അല്ലേ, അതാണ് കഥയുടെ ഒരു പ്രത്യേകത. മാജിക് ബ്രഷ്. അങ്ങനെ ഒരു മാജിക് ബ്രഷ് ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ നമുക്ക് പലതും ഉണ്ടാക്കാനും ഇല്ലാതാക്കാനും ഒക്കെ സാധിക്കും. അതൊരു നല്ല ചിന്തയാണ്. പക്ഷെ അങ്ങനെ പറ്റത്തില്ല അല്ലേ. എല്ലാത്തിനും ഒരു താളവും ചില നിയമങ്ങളും ഒക്കെ ഉണ്ട്. ഒന്നും അങ്ങനെ വരച്ച് അല്ലേ പെട്ടെന്നുണ്ടാവുകയാണെങ്കിൽ അതിന് രസമില്ല. നമ്മൾ അധ്വാനിക്കുകയും നമ്മൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഓരോന്നുണ്ടാവേണ്ടത്. അതാണ് ഒരു പ്രകൃതി നിയമം എന്ന് പറയുന്നത്. എല്ലാത്തിനും അതിൻ്റെ ആ ഒരു സമയവും എടുക്കണം അല്ലേ. ഒരു വിത്ത് മുളച്ചാലുടനെ അത് പുഷ്പിക്കാനും ഫലം തരാനൊന്നും തുടങ്ങത്തില്ല. അതിൻ്റെ കാലമുണ്ട്. അതിൻ്റെ ഓരോ വൃക്ഷത്തിനും അതിൻ്റെ സമയമുണ്ട് അല്ലേ. പൂവിടാനും മുട്ടുവരാനും പൂവിടാനും ഫലങ്ങൾ പിടിക്കാനും ഒക്കെ അതിൻ്റെ കാലമുണ്ട്. അത് ഇത്ര പ്രായം എത്തണം അല്ലെങ്കിൽ ഇത്ര വളർച്ച എത്തണം, എന്നാലേ അതൊക്കെ സംഭവിക്കത്തുള്ളൂ. എല്ലാത്തിനും അതിൻ്റെ സമയമുണ്ട്. നമ്മളിങ്ങനെ ഒരു മാജിക് ബ്രഷ് പോലെ എല്ലാം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് അല്ലേ ജീവിതത്തിൻ്റെയൊക്കെ ഒരു അർത്ഥം എന്ന് പറയുന്നത്? ഒരർത്ഥവുമില്ല. അപ്പോൾ കഥയുടെ ഇതിവൃത്തം മറ്റൊന്നുമല്ല. നന്മ വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ അതിനെ ആയുസുള്ളൂ. നമ്മൾ തിന്മ വിചാരിച്ചു കഴിഞ്ഞാൽ അതിനധികം ആയുസ്സൊന്നുമില്ല. അത് നശിച്ചു പോവും എന്നുള്ളതാണ്. പല അഴിമതികളും അല്ലേ, അല്ലെങ്കിൽ ദുരാഗ്രഹം പിടിച്ച ദുഷ്ടചിന്തകൾ പിടിച്ച ഭരണാധികാരികൾ എല്ലാ കാലഘട്ടത്തിലും ഭൂമിയിലുണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ അഴിമതി അല്ലേ, കെടുകാര്യസ്ഥത, അഴിമതി. പല രാജാക്കന്മാരെയും അല്ലേ, സൈന്യാധിപന്മാർ അല്ലെങ്കിൽ സൈന്യത്തിലെ പ്രമുഖർ മറ്റു രാജ്യത്തിൽ നിന്ന് പണവും അധികാരവും അല്ലെങ്കിൽ സ്ഥാനവും ഒക്കെ മോഹിച്ച് അല്ലേ ഒറ്റിക്കൊടുക്കുന്ന സംഭവങ്ങൾ ഒട്ടനവധി ചരിത്രത്തിൽ ഉണ്ട്. അതൊക്കെ അല്ലേ മനുഷ്യൻ്റെ മറ്റൊരു വശമാണ് അല്ലേ. മനുഷ്യരിലൊക്കെ ഒരു തിന്മയുടെ ഒരു വശവും കൂടിയുണ്ട്. എങ്ങനെയും ഇങ്ങനെയുള്ള മോഹവലയത്തിലൊക്കെ ചെന്നപ്പെടാറുണ്ട്. അധികാരവും സ്വർണവും കാമിനിമാരും ഒക്കെ അല്ലേ ഇതിനകത്തൊക്കെ പെടുന്നതാണ്. പെട്ടെന്ന് ഇത് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. പഞ്ചവടി പാലങ്ങൾ പോലെ അല്ലേ, നമ്മുടെ പഞ്ചവടി പാലം എന്ന് പറഞ്ഞാൽ പ്രശസ്തമായൊരു സിനിമയാണ് KG ജോർജിൻ്റെ. നമ്മുടെ അഴിമതിയെക്കുറിച്ചൊക്കെ അല്ലേ, നമ്മുടെ ഭരണകൂടത്തിൻ്റെ അഴിമതിയെക്കുറിച്ച് സാധാരണക്കാരനെ അനുഭവിക്കുന്ന അല്ലേ, ആ അഴിമതിയിൽ അവനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ഒക്കെ വളരെ ആക്ഷേപഹാസ്യത്തിൽ അവതരിപ്പിക്കുകയായിരുന്നു. മനുഷ്യൻ്റെ അഴിമതി ചെയ്യാനുള്ള പ്രവണതയും അത് എങ്ങനെ സാധാരണക്കാരനെ ബാധിക്കുന്നു, മേൽത്തട്ടിൽ അല്ലെങ്കിൽ ഇതിനൊക്കെയുള്ള ഭരണവർഗവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരൊക്കെ നടത്തുന്ന പങ്കുവെക്കലും അഴിമതിയും അവസാനം അത് ചെന്ന് പതിക്കുന്നത് സാധാരണക്കാരൻ്റെ പെടലിക്കാണെന്നൊക്കെ ഉള്ള ഒരു വലിയൊരു കഥയാണ് പഞ്ചവടി പാലം എന്ന സിനിമയിൽ പറഞ്ഞത്. അപ്പോൾ നമ്മളങ്ങനെ സിനിമയിൽ കണ്ട പഞ്ചവടി പാലങ്ങൾ പലപ്പോഴും ഈ ഇടയ്ക്കൊക്കെ കുറച്ച് നാൾ മുമ്പൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും അല്ലേ, ബീഹാറിൽ ഇങ്ങനെ തുടരെ പാലങ്ങൾ അല്ലേ, നിർമ്മിച്ച പാലങ്ങളൊക്കെ പുതിയതായിട്ട് നിർമ്മിച്ച പാലങ്ങളൊക്കെ തകർന്ന് വീഴുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. പത്രത്തിലും അല്ലെ മാധ്യമങ്ങളിലും എല്ലാം നിറഞ്ഞു നിന്ന ഒരു കാഴ്ചയാണ്. ഓരോ ആഴ്ചയിലും ഓരോ പാലം പുതിയതായിട്ട് നിർമ്മിച്ചതൊക്കെയാണ്, പലതും പെട്ടെന്നങ്ങ് തകർന്ന് വീഴുകയാണ്. നമ്മുടെ അഴിമതിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്. അപ്പോൾ ദുരാഗ്രഹമാണ് അല്ലെ മനുഷ്യൻ്റെ, അവർക്ക് ശമ്പളമുണ്ട്, എല്ലാം ഉണ്ട്, ഇതൊക്കെ മേൽനോട്ടം വഹിക്കാനും ഇതൊക്കെ നല്ല രീതിയിൽ നടത്താനും നിർമ്മാണങ്ങൾ നല്ല രീതിയിൽ നടത്താനും അതിനൊക്കെ തന്നെ പാലങ്ങളും റോഡുകളും ഒക്കെ മികച്ച രീതിയിൽ നിർമ്മിക്കാനൊക്കെയാണ് സർക്കാരിൻ്റെ അല്ലേ ഖജനാവിൽ നിന്നുള്ള നികുതി പണമൊക്കെ ഇങ്ങനെ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുന്നത്. പക്ഷേ പലപ്പോഴും രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥ വർഗവും എല്ലാം ചേർന്ന് വൻ അഴിമതി നടത്തി ഇത്തരം സംഭവങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ സംഭവിക്കാറുണ്ട്. എത്രയോ 10-15 പാലം അങ്ങ് അല്ലേ കുറച്ച് നാളുകൊണ്ട് തകർന്നങ്ങ് വീണു. 24 മണിക്കൂറിനിടെ 2 പാലങ്ങൾ തകർന്ന സ്ഥലങ്ങളുമുണ്ട്. സരൺ എന്ന് പറയുന്ന സ്ഥലത്ത് അങ്ങനെ സംഭവിച്ചു ബീഹാറിൽ.
ഒരു കനത്ത മഴ പെയ്യുമ്പോൾ ആ മഴയിൽ തകർന്നു വീണു എന്നൊക്കെ നമ്മൾ കാരണങ്ങൾ നിരത്താറുണ്ട്. ഒരു 16 ദിവസത്തിനിടയിലാണ് ഈ സിവാൻ, സരൺ, മധുബാനി, അരാരിയ, ഈസ്റ്റ് ചമ്പാരൻ, കിഷൻഗഞ്ച് ജില്ലകളിലായി 10 പാലങ്ങളാണ് തകർന്നത്. അപ്പോൾ ചില പാലങ്ങളൊക്കെ 15 വർഷത്തെ പഴക്കം അങ്ങനെയൊക്കെ ഉള്ളൂ. പക്ഷേ ഇത് തകർന്നു വീണത് ഒരു വലിയൊരു ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് അല്ലേ. അപ്പോൾ അതാണ് ഞാനത് ഉപമിക്കുന്നത് ഇതിനകത്ത് അല്ലേ. ഒരു മാജിക് ബ്രഷ് കണ്ടപ്പോൾ ഒരു ദുരാഗ്രഹിക്ക് ഉണ്ടായ ഒരു മോഹമുണ്ടല്ലോ, അത് അപഹരിക്കാനും അതുകൊണ്ടൊരു സ്വർണ്ണമല ഉണ്ടാക്കാനും. അപ്പോൾ ഇത്തരത്തിൽ അഴിമതിക്കാരൊക്കെ സ്വർണ്ണമാണ് അല്ലേ ഒരു വലിയ അവർക്ക് പണമുണ്ടാക്കാനുള്ള ഒരു വ്യാമോഹമാണ്. എങ്ങനെയും എന്ത് മോശമായ പ്രവൃത്തിയും എന്ത് അഴിമതിയും നടത്തി പണം അപഹരിക്കുക അല്ലേ. പൊതുജനത്തിന് അർഹമായ പണം അപഹരിക്കുക, അല്ലെങ്കിൽ നല്ല നിർമ്മിതിക്ക് വേണ്ടി നൽകിയ പണം അതിൽ നിന്ന് അപഹരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഉൾപ്പെടാൻ നല്ല ശമ്പളം വാങ്ങിക്കുന്ന ഉദ്യോഗസ്ഥർക്കും ഒരു ലജ്ജയില്ല. അതുകണക്ക് തന്നെ അഴിമതി നടത്താൻ ഈ കോൺട്രാക്ടർമാർക്ക് ലജ്ജയില്ല, രാഷ്ട്രീയ തലപ്പത്തിരിക്കുന്ന ഭരണവർഗത്തിന് ലജ്ജയില്ല. അവരെല്ലാവരും കൂടി അല്ലേ അത്തരം അഴിമതികൾ നടത്തുകയാണ്. അപ്പോൾ ഞാൻ ഈ കഥ വായിച്ചപ്പോൾ അതുമൊന്ന് ഉപമിച്ചതാണ്. അപ്പോൾ ഇത്തരം ഞെട്ടിപ്പിക്കുന്ന ചില കഥകളുമൊക്കെ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകാറുണ്ട്. ഈ കഥയുമായിട്ട് ഞാനൊന്ന് ഉപമിച്ച് അതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ദീർഘിപ്പിക്കുന്നില്ല. ഇന്നത്തെ കഥാസാരം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് പുതിയൊരു കഥയും പുതിയ കുറച്ച് വിശേഷങ്ങളുമായി വീണ്ടും കേട്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ബോണി. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങളിപ്പോൾ കേട്ടത് കഥാസാഗരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബോണി ജെ ബേസിൽ.